ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്ന പാഠമാണ്. 3 വയസ്സിനും 12 വയസ്സിനിടയിലുള്ള കുഞ്ഞുങ്ങൾ മാക്സിമം 20 മിനിറ്റ്. അതിൽ കൂടുതൽ മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചാൽ അവരുടെ 12ാം വയസ്സിൽ അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത, അപ്പന് മറക്കാൻ പറ്റാത്ത സമ്മാനം തരും. തലച്ചോറിൽ ക്യാൻസറുള്ള 12 വയസ്സുള്ള കുട്ടി. ഇത് ലോകാരോഗ്യ സംഘടന ഇന്ന് പഠിപ്പിക്കുന്നതാണ്. എപ്പോഴും മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിയിരുന്നാൽ 10ാം വയസ്സിൽ മഹാത്മാഗാന്ധിയെ പോലെ തിക്ക് കണ്ണാടി വെച്ച് പിള്ളേർ ഉന്തി നടക്കേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കരുത്. ചില കാര്യം നിയന്ത്രിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെന്ന് വരികയും ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ കാണിച്ചുകൊണ്ട് കാട്ടുപന്നിയിട്ട് പറക്കെറിയുന്ന പോലെ ഉരുളി എറിയരുത്. കുഞ്ഞുങ്ങൾ വിഴുങ്ങും. 9ാം വയസ്സിൽ അസിഡിറ്റി, അൾസർ രോഗമായിട്ട് മാറും. ഇന്ന് ഉദര രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ചുമ്മാ ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നോ ദഹനേന്ദ്രിയത്തെ അത് ബാധിക്കും. ഉദരരോഗങ്ങളിലേക്ക് നമ്മൾ അത് കടന്നു വരും. മുതിർന്നവരും TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അത് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ട്രെയിനിങ് ആണ്. ഭൗതിക വിദ്യാഭ്യാസം. 2, ആത്മീയ വിദ്യാഭ്യാസം. എന്താ ആത്മീയ വിദ്യാഭ്യാസം? നിങ്ങളുടെ മകൻ, മകൾ 4 വയസ്സാകുമ്പോൾ സഭയുടെ പരമ്പരാഗത പ്രാർത്ഥനകൾ മുഴുവൻ പഠിച്ചിരിക്കണം. കർത്താവിൻ്റെ മാലാഖ, സ്വർലോകരാജ്ഞി, രാജകന്യകെ, മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക്, ലുത്തിനിയ, അളവില്ലാത്ത സകലനന്മ സ്വരൂപൻ, ഈ പ്രാർത്ഥന പഠിച്ചിരിക്കണം. പരമ്പരാഗതമായ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ പഠിച്ചിരിക്കണം. മുലപ്പാൽ കുടിപ്പിക്കുന്ന അമ്മ ഈ മൂല്യങ്ങൾ കൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് ആത്മീയ വിദ്യാഭ്യാസം. കുഞ്ഞു മിഷണറി, സ്നേഹസേന, കടുകുമണി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാസികകൾ വീട്ടിൽ വരുത്തിയിടണം. ശാലോം, ഗുഡ്നസ്, ഷെക്കേന ചാനൽ ബൈബിൾ കിസുകളും ബൈബിൾ കാർട്ടൂൺസും കണ്ടുപഠിക്കാൻ മക്കളെ പ്രേരിപ്പിക്കണം. ഇതെല്ലാം കൂടുന്നതാണ് ആത്മീയ വിദ്യാഭ്യാസം. കുടുംബത്തിൽ നമ്മുടെ മക്കളെ കൊണ്ട് സന്ധ്യാപ്രാർത്ഥന നയിപ്പിക്കണം, ബൈബിൾ വായിപ്പിക്കണം. നിങ്ങളുടെ കാരണവന്മാർക്ക് വേണ്ടി കുർബാന ഏൽപ്പിക്കാനുള്ള പൈസ വികാരിച്ചനെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ കൊടുത്തുവിടണം. അവർ പഠിക്കണം. ഇതുപോലെ പാരമ്പര്യം സഭയിലുണ്ട്, കുടുംബത്തിലുണ്ട്. ഇതെല്ലാം ആത്മീയ വിദ്യാഭ്യാസ തലങ്ങളാണ്. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മിഷൻ ലീഗ്, സൊഡാലിറ്റി, തിരുവാലസഖ്യം, അൾത്താരസഖ്യം ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ ചേരണം. ആൺപിള്ളേർ 10 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും അവരെ അൾത്താര ബാലന്മാരാക്കി നിർബന്ധിച്ച് വിടണം. അൾത്താര ബാലന്മാരാക്കണം. ആദ്യമൊക്കെ അവർ ഒന്ന് മസിൽ പിടിക്കും. പക്ഷെ ഒരിക്കൽ ചേർന്നോ പിന്നെ ഓടുന്ന കാണാം. ആദ്യം ചെന്നില്ലെങ്കിൽ മധുപകയിൽ ഇടം കിട്ടുകയില്ല. ഒരു 10 വയസ്സുകാരൻ ആദ്യമായിട്ട് കുർബാനയ്ക്ക് കൂടാൻ ചെന്നു. അന്ന് വേറെ അൾത്താര ബാലന്മാരാരുമില്ല. വികാരിച്ചൻ പ്രായമുള്ള ആളും അല്പം മുൻകോപക്കാരനുമാണ്. അച്ഛൻ പറഞ്ഞു, നീ തന്നെ ഇന്ന് ബൈബിളിൽ നിന്ന് ലേഖനം വായിച്ചോളാൻ പറഞ്ഞു. അവൻ പേടിച്ചു പോയി. ലേഖന വായനയായി. അവൻ വായിച്ചു. പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ അപ്പസ്തോല പ്രവൃത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. എല്ലാവരും ഒറ്റ ചിരി. അച്ഛൻ തൊണ്ട കുറുകി ഇഷ്ടക്കേട് കാണിച്ചു. അവന് മനസ്സിലായി വായിച്ച് തെറ്റിപ്പോയി. പിന്നെ തിരുത്താൻ പറ്റുമോ? അവന് ബിരുദനാ. അവൻ അച്ഛൻ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഗുരു അഡ്ജസ്റ്റ് ചെയ്താലും എന്തായാലും വായിച്ചു പോയില്ലേ. ഒരു ആത്മീയ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം. 2, ആത്മീയ വിദ്യാഭ്യാസം. 3, സെക്സ് എഡ്യൂക്കേഷൻ. 10 വയസ്സായ പെൺകുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കണം ഒരു പെണ്ണിൻ്റെ ദേഹം ദൈവം എങ്ങനെ അമ്മയാക്കാൻ ഒരുക്കുന്നു. 10 വയസ്സായ ആൺകുട്ടിക്ക് അപ്പൻ പറഞ്ഞു കൊടുക്കണം ഒരാണിൻ്റെ ദേഹം ദൈവം എങ്ങനെ അപ്പനാക്കാൻ ഒരുക്കുന്നു. അറിയത്തില്ലേ? അറിയത്തില്ലെന്ന് വരികയിൽ നമ്മൾ അപ്പച്ച ഞാൻ എവിടെ നിന്ന് ആ പുസ്തകം ആൺകുട്ടിക്ക്, അമ്മച്ചി ഞാൻ എവിടെ നിന്ന് ആ പുസ്തകം പെൺകുട്ടിക്ക് മേടിച്ചു കൊടുക്കണം. കൊച്ചുങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും. ഒരു കൊച്ചു വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ സെക്സ് എന്നതാ? അമ്മയെന്ന് ചോദിച്ചു. സെക്സ് എന്നതാ? അമ്മയ്ക്ക് ആകെപ്പാടെ പറയാൻ മടി. എങ്ങനെ പറഞ്ഞു കൊടുക്കും? കൊച്ചു അപ്പനോട് ചോദിച്ചു, അപ്പ എന്നതാ സെക്സ്? അപ്പം പറഞ്ഞു, മോനെ ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. കുഞ്ഞിനാളിലറിയില്ല, യുവത്വം 2 പേർക്കും ഓരോ വികാരം ഉയർന്നു വരും. പിന്നെ ഒരുമിച്ചൊക്കെ ജീവിക്കും. പിന്നെ ആ ജീവിതത്തിന് മൊത്തം പറയുന്ന വാക്കാ സെക്സ്. ആരാണ് നിന്നോട് ചോദിക്കാൻ പറഞ്ഞു? ആരും പറഞ്ഞതല്ല. ഒരു ആപ്ലിക്കേഷൻ ഇപ്പം ഫില്ല് ചെയ്യാൻ നിന്നപ്പം എഴുതി വച്ചിരിക്കുന്നു, നെയ്മ്, വീട്ടുപേര്, ജില്ല, സെക്സ്. അത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സംശയമുണ്ട്. അത് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരപകടം, കുഞ്ഞുങ്ങളുടെ ആഘോഷമായ
ആതിർവാന സ്വീകരണം. ആതിർവാന സ്വീകരണത്തിന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എല്ലാ പ്രമാണവും പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരെണ്ണം പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ശരിക്കും അറിയത്തില്ല. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ 10 വയസ്സുകാരൻ്റെ സംശയം, ടീച്ചറെ ഈ വ്യഭിചാരം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ടീച്ചർ പറഞ്ഞു, ഞാനെന്നാ പറയാനാ, നിൻ്റെ അപ്പനോടോ അമ്മയോടോ ചോദിക്കുക. അവൻ വീട്ടിൽ ചെന്നു. അപ്പനോട് ചോദിക്കാൻ പേടി. അമ്മ പഴയ അരകല്ലേൽ മിക്സിയൊന്നുമില്ല, തേങ്ങായ, മുളക്, മഞ്ഞൾ, ഉപ്പ് എല്ലാം വെച്ചിങ്ങനെ അരയ്ക്കുന്ന കൂട്ടത്തിൽ നെറ്റിയിലെ വേർപ്പും കൂടെ വടിച്ച് ഉപ്പാന്നും പറഞ്ഞിങ്ങനെ ഒഴിക്കുമ്പം മോൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നാണ് ഈ വ്യഭിചാരം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ആഹാ, അമ്മയോട് തന്നെ ചോദിക്കണമല്ലേ. ഒരു കിഴുക്കും ഒരു ഉന്തും ഒരു തള്ളും വെച്ച് കൊടുത്തു. അവൻ കരഞ്ഞുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഈ മോൻ ഓർത്തു, അമ്മ ഓർത്തു, കൊച്ചുകുട്ടി ചോദിച്ചതല്ലേ, എന്തേലും പറയണ്ടേ. പിന്നൊരു സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നു, എപ്പോഴും തലയും കുത്തി നിൽക്കുക, തലയും കുത്തി നടക്കുക. അത് മാറ്റി കിട്ടാൻ അമ്മ ആഗ്രഹിക്കുന്ന കാലമാണ്. അമ്മ പറഞ്ഞു, മോനെ, തലയും കുത്തി നിൽക്കുന്നതിനും തലയും കുത്തി നടക്കുന്നതിനും ബൈബിൾ പറയുന്ന വാക്കാണ് വ്യഭിചാരം, നീ മേലിൽ മോനെ ചെയ്തേക്കല്ല. അവൻ പേടിച്ചു പോയി. ദൈവമേ, എന്തൊരു കഠിന പാപിയാണ് ഞാൻ, ഡെയിലി 10ഓളം വ്യഭിചാരം ചെയ്തു പോയ ഒരു ഹതഭാഗ്യൻ. അവനങ്ങനെ പിന്നെ ജീവൻ പോയാൽ തലയും കുത്തി നിൽക്കുകയല്ല. പിറ്റേ ശനിയാഴ്ച പ്രായമായ അങ്കിളുമാരും ആൻറ്റിമാരും കുംസാരിക്കാൻ ചെന്നപ്പോൾ ഇവനും ചാട്ടിളി പോലെ നുഴഞ്ഞു കയറി. അവൻ പറഞ്ഞു, അച്ഛാ, അപ്പനെ കുപ്പാന്ന് വിളിച്ചു, അമ്മയെ കുമ്മേന്ന് വിളിച്ചു, പിച്ചി പറിച്ചു, മന്തി പറിച്ചു, കട്ടി തിന്നു, കൊതി തോന്നി. അച്ഛൻ മൂടി കേട്ടു. അവൻ പറഞ്ഞു, ഇത് മാത്രമല്ല, കട്ടി കൂടിയ പാപം ചെയ്യുമായിരുന്നു, നിർത്തിയിട്ട് ഒരാഴ്ചയായുള്ളൂ. പടാ, പിള്ളേരാണ് കട്ടിയുള്ള പാപം ചെയ്യുന്നു. പിള്ളേരാന്ന് കരുതണ്ട, ചെയ്തത് വ്യഭിചാരം ഡെയിലി 10 എണ്ണം വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കള്ളം പറയാതെ. അവൻ പറഞ്ഞു, അച്ഛനാ പള്ളിയാന്ന് കരുതിയല്ല, ഇവിടെയും ചെയ്ത് കാണിക്കാൻ തയ്യാറാണ്. അവൻ ഓടി വന്ന മധുപകാരുടെ മുമ്പിൽ തലയും കുത്തി കാലും പൊക്കി ഒറ്റ നിപ്പ്. ഇതുകൊണ്ട് തീരുവോ? ഇത് കണ്ടപാടെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മുണ്ടും കുടഞ്ഞെടുത്തുകൊണ്ട് കുംസാരവിൻ്റെ ഒന്ന് ഒറ്റ ഓട്ടം. എൻ്റെ ദൈവമേ, ഈ വലിയച്ഛൻ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇത് കൂട്ട് പ്രായശ്ചിത്വമാണ് കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നാ വരാൻ പോണത്? ഇപ്പോൾ 3 വിദ്യാഭ്യാസങ്ങൾ: ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയവിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ അർഹമായ ജീവിതാന്തസ്സിലേക്ക് കൈപിടിച്ച് കയറ്റുക. നിൻ്റെ വാക്കാണ് 5-ാം പ്രമാണം: കൊല്ലരുത്, വളർത്തണം, ജീവിക്കാൻ അനുവദിക്കണം. 6, വ്യഭിചാരം ചെയ്യരുത്. 6-ാം പ്രമാണം എന്താ? സ്വന്തം ഭാര്യയ്ക്ക് പുറത്ത് മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധം, സ്വന്തം ഭർത്താവിന് പുറത്ത് മറ്റൊരു പുരുഷനുമായി ഒരു ശാരീരിക ബന്ധം, അതിന് പറയുന്ന വാക്കാണ് വ്യഭിചാരം. അത് ശരീരത്തിലെ വ്യഭിചാരം. നമുക്ക് കൂടുതലും ഹൃദയത്തിലെ വ്യഭിചാരം ഒരുപാട് പേർക്കുണ്ട്. നമ്മുടെ മെയിൻ സ്ഥലങ്ങളിൽ എടത്തുവായിലും അമ്പലപ്പുഴയൊക്കെ ഉള്ളവർ പറയുന്നത് തകഴി, തെന്നടി പള്ളിയൊക്കെ അല്പം ഉൾപ്രദേശത്താണ്. ഇവിടം കേളമംഗലം ഈ ഭാഗം. ഇവിടെയുള്ള പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതമുണ്ട്. ഒന്ന് പരസ്യമായി, മറ്റൊന്ന് ഒതുക്കത്തിൽ രഹസ്യമായി. പല പെണ്ണുങ്ങൾക്കും പരസ്യത്തിൽ കെട്ടിയവൻ, രഹസ്യത്തിൽ കെട്ടിയവൻ. ഒരു സഹോദരി തുറിച്ചു നോക്കുന്നു. 3 ദിവസം വന്നിട്ട് കുളവാക്കിയിട്ട് പോകാനാണോ ലക്ഷ്യം എന്ന രീതിയിൽ അച്ഛൻ തന്നെ വ്യാഖ്യാനിക്കാം. വിവാഹത്തിന് മുമ്പ് പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷൻ എല്ലാം തികഞ്ഞവൻ, മമ്മൂട്ടിയുടെ ശരീരഘടന, മോഹൻലാലിനെ പോലെ ചെരിഞ്ഞ് നടക്കണം, പിതിരാജിൻ്റെ കുറ്റിമീശ, ഉണ്ണിമുഖത്തിൻ്റെ കട്ടിമസിൽ, ഇതൊക്കെ വേണം. ദൈവം തന്നതോ കൊടക്കമ്പി പോലെ ഉണങ്ങി മെലിഞ്ഞ ഒരാൾ. ആളെ കിട്ടിയിട്ട് പിന്നെ മസിൽ ഉള്ളവനെ ഓർത്താൽ അതിന് വിളിക്കുന്ന വാക്ക് വ്യഭിചാരം. ദൈവം തന്ന പുരുഷൻ, തന്ന ജീവിത പങ്കാളി മറ്റൊന്നില്ല. ആണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ സൗന്ദര്യം, 90കളിലെ ദിവ്യ ഉണ്ണിയുടെ നീണ്ട പെടലി, 2000-ലെ കാവ്യമാധവൻ്റെ ഉന്തിയ കണ്ണ്, 2010-ലെ സമൃദ്ധാസുരൻ്റെ കോമ്പല്ല്, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം തന്നതോ ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ കിട്ടിയാലും കിട്ടിയ ആളെ കൊണ്ട് സന്തോഷം, മറ്റൊരാളെ ഓർത്തുകൊണ്ടിരിക്കരുത്. ദൈവം തന്ന പുരുഷൻ, ദൈവം തന്ന സ്ത്രീ, ഇതാണ് വിശുദ്ധി എന്നൊക്കെ പറയുക. വിശുദ്ധി. ഒരു യുവാവ് പറയാം, അച്ഛാ എനിക്ക് വയസ്സ് 28, കല്യാണം കഴിച്ചിട്ടില്ല. ഓ,
ഇതുവരെ ഒരു പെണ്ണിനോടൊന്നും തോന്നിയിട്ടുമില്ല, ഒരു പെണ്ണിനെ പോലും ഞാൻ നോക്കിയിട്ടുമില്ല. ഞാൻ വിശുദ്ധനാണോ? ഞാൻ പറയും വിശുദ്ധനല്ല. പിന്നെ എൻ്റെ പൊന്നു മോനെ, നിൻ്റെ മർമ്മപ്രധാനമായ ഏതോ ഞരമ്പ് വിട്ടുപോയി എന്നാണ് പറയാനുള്ളത്. പല പെണ്ണിനോട് താല്പര്യം തോന്നിയിട്ടും അത് വേണ്ടാന്ന് വെക്കുന്നതാണ് വിശുദ്ധി. വികാരമില്ലാത്ത ഷണ്ടനല്ല, വികാരം ഉണ്ടായിട്ടും വേണ്ടെന്ന് വെക്കുന്ന വിശുദ്ധി. ഇപ്പോൾ കുടുംബത്തിൽ വ്യഭിചാരം ചെയ്യല്ല. എനിക്ക് തന്ന ഭാര്യ, എനിക്ക് തന്ന ഭർത്താവ്, അതിനപ്പുറം ആരുമായി എനിക്ക് ബന്ധമില്ല, ഒരടുപ്പവുമില്ല, അതിന് പറയും വ്യഭിചാരം ചെയ്യരുത്. വീണ്ടും 7-ാം പ്രമാണം, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണോ, വീട്ടിൽ അനുഗ്രഹം വേണോ, ഒരിക്കലും ഞാൻ മൂലം ആരുടെയും പേര് നശിക്കരുത്. ഞാൻ മൂലം ആരുടെയും പേര് തകരരുത്. പണ്ട് ഊമക്കത്ത് സ്വരം മാറ്റിയുള്ള ഫോൺ വിളി പല വിധത്തിൽ നമുക്ക് ആൾക്കാരുടെ പേര് നശിപ്പിക്കാം. ഞാനങ്ങനെ പേര് നശിപ്പിച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരും എൻ്റെ മക്കളുടെ പേരും നശിക്കും. പണ്ട് ഊമക്കത്തും കൃത്രിമ നോട്ടീസുമാണെങ്കിൽ ഇന്ന് അതിന് പകരം നിൽക്കുന്നത് വാട്സപ്പുകളാണ്, വാട്സപ്പ് മെസ്സേജുകളാണ്. ഒരിക്കലും വാട്സപ്പിൽ വരുന്ന മെസ്സേജ് നമ്മൾ വിശ്വസിക്കരുത്. ടി വിയിൽ വാർത്ത വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. വാട്സപ്പിൽ കിട്ടുന്ന മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്യരുത്. ആർക്ക് വേണേലും ഏത് കള്ളത്തരം വേണേലും വാട്സപ്പിൽ അയക്കാൻ പറ്റും. എന്നോട് ഇന്നസെൻ്റ് മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു വനിതയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഞാനും ഇന്നസെൻറ്റും കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, അച്ഛാ ഞാൻ മരിച്ചെന്ന് 2 പ്രാവശ്യം വാട്സപ്പ് മെസ്സേജ് വന്നു. എസ് ജാനകി എന്ന ജാനകിയമ്മ മരിച്ചെന്നുള്ള വാർത്ത 3 പ്രാവശ്യം വാട്സപ്പിൽ വന്നതാണ്. അപ്പം വാട്സപ്പ് മെസ്സേജുകൾ ഷെയർ ചെയ്യരുത്. കൃത്യമായിട്ട് ഉറപ്പില്ലാത്തൊന്നും ഷെയർ ചെയ്യരുത്. തന്നെയുമല്ല ആർക്കെങ്കിലും പേരുദോഷം വരുന്ന ഒന്നും ഞാനായിട്ട് ഷെയർ ചെയ്യരുത്. കൊണ്ടാണ് പറയുക, നല്ല പണിയുള്ളവന് തംസപ്പ്, ചെറിയ പണിയുള്ളവന് സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. ഇപ്പം നമ്മൾ അനാവശ്യമായി മീഡിയ അങ്ങനെ ഉപയോഗിക്കരുത്. കള്ളസാക്ഷ്യം പറയരുത്. 8 മോഷ്ടിക്കരുത്. എന്താണ് മോഷ്ടിക്കരുത്? ആരുടെ എന്തെങ്കിലും വസ്തു എടുത്തുകൊണ്ട് പോയെന്നുള്ളതല്ല അർത്ഥം. അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കല്ല. അട്ടപ്പാടിയിലെ ഒരാദിവാസി മധു ഒരു കഷം ബ്രെഡ് എടുത്തുകൊണ്ട് പോയാൽ ദൈവം മുമ്പാകെ അത് പാപമല്ല, കോടതി മുമ്പാകെയും അത് തെറ്റല്ല. വിശപ്പടക്കാൻ വേണ്ടിയില്ല. ഒരു മനുഷ്യന് ഭാര്യയും മക്കളും അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. ഒരു പണി ആരും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങളുടെ പറമ്പിൽ കയറി 1 കൊല തേങ്ങ വെട്ടിക്കൊണ്ട് പോയാൽ കോടതിയുടെ മുമ്പിൽ അവൻ നീതീകരിക്കപ്പെടും, ദൈവം മുമ്പിലും നീതീകരിക്കപ്പെടും. വിശപ്പിൻ്റെ വിലയായില്ല. അതേ സമയത്ത് ആശുപത്രിയിൽ ശമ്പളം മേടിക്കുന്ന നേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ 5 ഗുളിക പോക്കറ്റിൽ തിരികെ കയറ്റിയാൽ അത് മോഷണമാണ്. ഷുഗർ നോക്കുന്ന സൂചി പൊക്കിക്കൊണ്ട് വന്നാൽ അത് മോഷണമാണ്, അർഹതയില്ലാത്ത. റോഡ് പണിയുന്ന കോൺട്രാക്ടർ താറമക്കിയാൽ അത് മോഷണം. കെട്ടിടം പണിയ എഞ്ചിനീയർ സിമെൻ്റ് അമക്കിയാൽ അത് മോഷണം. ഒരു സപ്ലൈ ഓഫീസർ പറഞ്ഞു, എൻ്റെ അച്ഛ ലോകം മുഴുവൻ അനീതി. ഒരു മനുഷ്യൻ, ഒരു റേഷൻ കടക്കാരൻ അവൻ്റെ കാർഡിൽ ഒപ്പിട്ട് കൊടുക്കുന്നതിന്, രേഖയിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി 500 രൂപ കൈക്കൂലി തന്നത് കള്ളനോട്ടായിരുന്നു. കൈക്കൂലിക്ക് പ്രശ്നമില്ല, കള്ളനോട്ടിനാണോ പ്രശ്നം? ഒരു ജീവിതത്തിൽ സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രം നമ്മൾ നേടും. അർഹതയില്ലാത്ത പണം മേടിച്ചാൽ അത് ശരിയല്ലെന്ന. ഒരു സ്ഥലത്ത് ഒരു പണി നടക്കുക, 20ഓളം പേരിങ്ങനെ പണിയുന്നു. മതിലിനകത്താണ് പണി നടക്കുന്നത്. പത്രക്കാരതിലെ പോയപ്പോൾ അവർ നോക്കുമ്പോൾ 20ഓളം പേർ ഉച്ചകഴിഞ്ഞ് 2:30ക്കും 4 മണിക്ക് കിളച്ച് പണിയുമ്പോൾ ഒരു തൂമ്പാക്കൈയിൽ ഒരു കാക്ക പപ്പും തൂവലും അനക്കാതെ 1/2 മണിക്കൂറായിട്ട് ഒറ്റ ഇരിപ്പ. പണിസ്ഥലത്തെ തൂമ്പാക്കൈയിൽ ആരുടെ തൂമ്പായ എന്നാ പണിയാ? പത്രക്കാർ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് മറ്റാരുമല്ലത് തൊഴിലുറപ്പ് പദ്ധതിക്കാരൻ്റെ തൂമ്പയാണ്. ഒരു തൂമ്പായിൽ കാക്കയ്ക്ക് 1/2 മണിക്കൂർ അനങ്ങാതെ കുത്തിയിരിക്കാൻ പറ്റും. ചിലർ തൊഴിലുറപ്പിൽ പോയിട്ട് കളിപ്പിച്ച് 333 രൂപ മേടിക്കുന്നവരുണ്ട്. സംശയം വന്നപ്പോഴാണ് പ്രധാനമന്ത്രി പറഞ്ഞു, ഇനി കുത്തുന്ന കുഴിയുടെ ആഴം അളന്നിട്ട് കൂലി കൊടുത്താൽ മതി, കാരണം കളിപ്പിയിലുണ്ടോ ഒരു സംശയം.
എല്ലാവരെയും കുറിച്ചല്ല, ചിലരെങ്കിലും. ചില ആശാരിമാരെ പണിയാൻ വിളിക്കും, ഭയങ്കര തച്ച, പക്ഷെ എപ്പം നോക്കിയാലും പെൻസിൽ കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളി തേച്ചുകൊണ്ടിരിക്കുന്നു. അതിനാ കാശും തോന്നും. ഇവനൊന്നും ഒരിക്കലും അനുഭവിക്കുകയല്ല, അർഹതയില്ലാത്ത പൈസയാണ്, അത് മോഷണമാണ്. നാട്ടിൽ 600 രൂപ കൂലി ഒരു പണിയില്ലാത്ത മനുഷ്യൻ പറയുകയാണ്, ഞാൻ 300-ന് പണിതോളാം. ഒരു മുതലാളി 600 രൂപ കൂലിയുള്ളത് സമ്മതിച്ചാലും ഒരു പണിക്കാരനെ കൊണ്ട് 300-ന് പണിയിപ്പിച്ചാൽ ഈ മുതലാളി 300 കട്ട കള്ളനാ. 600 രൂപ മേടിച്ചിട്ട് 300-ൻ്റെ പണി പണിത് മുതലാളിയെ പറ്റിക്കുന്ന പണിക്കാരനും 300 കട്ട കള്ളനാ. പണിയുന്ന ജോലിക്ക് ആനുപാതികമായി കൂലി കൊടുക്കണം, മേടിക്കുന്ന കൂലിക്ക് ആനുപാതികമായി പണിയെടുക്കണം, അല്ലെങ്കിൽ പറയും മോഷണം. മോഷണം നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധമുള്ള 10 പൈസ പോലും പെരുകിയതുണ്ടായിരിക്കരുത്, മനക്കടിയുള്ള 10 പൈസ പോലും ഉണ്ടായിരിക്കരുത്. ലോകത്തിൽ മനസാക്ഷി മനുഷ്യന് മാത്രമേ ഉള്ളൂ. കോഴിക്കും പട്ടിക്കും പന്നിക്കും മനസാക്ഷിയില്ല. നമ്മൾ പറയും കോഴിയുടെ ചങ്ക്, കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്. മനുഷ്യന് ചങ്കല്ല, മനുഷ്യന് മനസാക്ഷി. മനസാക്ഷി. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്ന് തിന്നു കഴിഞ്ഞാൽ വയറ് നിറയുമ്പോൾ കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങും. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും. കൊതുകും ബിന്ദും പ്രാണിയും ദേഹത്ത് കടിച്ചാൽ എരുമ, പശു, അടുത്തുള്ള മരത്തേലെ മതിലേൽ 2 തിരുന്ന ഒറ്റ ഒരുമ. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാ പറയുക. അമ്മ അടുക്കള നിൽക്കുമ്പോഴുള്ള പൂച്ച അകത്ത് കയറി മുഴുത്ത മീൻ കഷ്ണം കടിച്ചുകൊണ്ട് വിടുക. പൂച്ചയ്ക്കറിയാം പിടിക്കപ്പെട്ടാൽ നാണം കെട്ട പരിപാടി, മർജാരപത്രത്തിന് മാനഹാനി, വീട്ടുതിരങ്കലിൻ്റെ വകുപ്പ്. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കാൻ അകത്ത് കയറുമ്പോൾ പൂച്ച ഒതുക്കത്തിൽ ജനലിംഗം വന്ന് അടക്കത്തിൽ അകത്ത് കയറി തിടുക്കത്തിൽ മീനുപെടുത്ത് സ്പീഡിൽ ഓടും. പൂച്ചയ്ക്കുണ്ടോ സൺഡേ കാറ്റക്കിസം, പൂച്ചയ്ക്കുണ്ടോ ക്രിസ്ത്യൻ ധ്യാനം, പൂച്ചയ്ക്കുണ്ടോ കരിസ്മാറ്റിക് കൺവെൻഷൻ. തിരുത്താൻ പറ്റിയല്ല, തിരുത്താൻ നമുക്കേ പറ്റൂ മനസാക്ഷി. നിങ്ങൾ ചോദിക്കും, ജോസഫ് അച്ഛൻ കുറേ നേരമായിട്ട് മനസാക്ഷി മനസാക്ഷി എന്ന് പറയുന്നു, അതിരിക്കുന്ന സ്ഥലം ഏതാ? സ്ഥലം അച്ഛൻ പറഞ്ഞു തരാം, ആരും പരീക്ഷിക്കരുത്, പരിശോധിക്കരുത്. ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കിച്ചണിൽ ചെന്ന് ഏറ്റവും മൂർച്ചയുള്ളൊരു കത്തി എടുത്തുകൊണ്ട് വരിക. കിടക്കുന്ന മുറിയിൽ കയറുക, വാതിലടയ്ക്കുക, ലൈറ്റ് ഇടുക. കട്ടിലിരുന്നിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് തൊണ്ട മുതൽ പുക്കിളിൻ്റെ അവിടം വരെ കീഴോട്ട് നേരെ ഒന്ന് കീറുക. കീറിയിട്ട് വാരിലും മാംസം കൂടി പൊക്കി പിടിച്ച് അകത്തേക്ക് നോക്കുക. ഒരു കാഴ്ച കാണാം. ഒരു വൃത്തം, വൃത്തത്തിനകത്തൊരു ത്രികോണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൃത്തം ഒരു ത്രികോണം കറങ്ങുന്നു. ത്രികോണം കറങ്ങുമ്പോൾ കറങ്ങി വന്ന് ത്രികോണത്തിൻ്റെ മൊന വൃത്തത്തിലൊന്ന് കുത്തും. ആ കുത്തിൻ്റെ പേരാണ് മനസാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തും. അന്തസ്സില്ലാത്ത വർത്തമാനം കെട്ടിയവനോട് പറഞ്ഞാൽ ത്രികോണം വൃത്തത്തെ കുത്തും. മര്യാദയില്ലാത്ത വാക്ക് ഭാര്യയോട് പറഞ്ഞാൽ ത്രികോണം വൃത്തത്തെ കുത്തും. അന്തസ്സില്ലാത്ത വാക്ക് മക്കളോട് പറഞ്ഞാൽ ത്രികോണം വൃത്തത്തെ കുത്തും. ഇതാണ് മനസാക്ഷി കുത്ത്. ചില ആൾക്കാരുണ്ട്, ത്രികോണം വൃത്തത്തെ കുത്തുമ്പം തെന്നി മാറി മാറി അങ്ങ് പോകും. കുറേ കഴിയുമ്പം ത്രികോണത്തിൻ്റെ മൊനയെ ഒടിഞ്ഞിട്ട് വൃത്തത്തിൽ ഉരുമിയിട്ട് പോകും. പിന്നെ മനസാക്ഷിക്കുത്തിന് വരും ഇക്കിളി എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് കടന്നു വരും. ഇപ്പം മനസാക്ഷിയുള്ള മനുഷ്യരാവുക, മോഷ്ടിക്കരുത്. അർഹതയില്ലാത്ത കാശ് കൈവെക്കല്, അർഹതയുള്ളത് നമ്മൾ സൂക്ഷിക്കുക. അതാണ് 8ാം പ്രമാണം. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കുടുംബത്തിൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോട്, പെണ്ണുങ്ങളോടോ, കൂട്ടുകാരോട് കെട്ടിയവനെ ദാഹിക്കരുത്. അത് സ്ത്രീകളോട്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ വണ്ടി കാത്തു നിൽക്കുകയാണ്. എനിക്ക് ഒന്ന് അമ്പലപ്പുഴയ്ക്കും പോരണം, മറ്റൊന്ന് എനിക്ക് ആലപ്പുഴയ്ക്കും പോകണം. രണ്ടിടത്തും പോകേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോകാം. അപ്പോഴാണ് അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വണ്ടി വരുന്നത്. അതിരിക്കുമ്പോഴേ ഞാൻ ഓർക്കശോ ആലപ്പുഴ വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് ഏതെല്ലാം സ്ഥലം കാണാമായിരുന്നു. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മാമ്പഴക്കരിയുണ്ട്, മങ്കൊമ്പുണ്ട്, പുളിങ്ങുന്നുണ്ട്, പാലമുണ്ട്, കിടങ്ങളപ്പാലമുണ്ട്. അങ്ങനെ ആലപ്പുഴ വരെ കാണാവുന്ന അമ്പലപ്പുഴ വണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ ഓർക്കല്ലേ, ആ വണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ മുതലേ സാവധാനം ആസ്വദിക്കും. കാവുംഭാഗമുണ്ട്, എടത്തുവായ്ക്കും മാവേലിക്കും തിരിയുന്ന കവലയുണ്ട്, എടത്തുവാവുണ്ട്, തലവടിയുണ്ട്. ഇങ്ങനെ ഓരോ പാലവും കഴിഞ്ഞ് ഇവിടം വരെയുണ്ട്. ഈ വണ്ടി ആസ്വദിക്കണം.
കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് 30 വർഷങ്ങൾ. ഇടയ്ക്കിൽ ഞാൻ ഓർക്കുക, കല്യാണത്തിൻ്റെ വണ്ടിയായിരുന്നു നല്ല വണ്ടി. കൊക്ക കണ്ടതിനെയും കോഴി കണ്ടതിനെയും ആട് കണ്ടതിനെയും വീട് കണ്ടതിനെയും ഓർക്കരുത്. എൻ്റെ വണ്ടി ആസ്വദിക്കണം. എങ്ങനെ കുംസാരിപ്പിക്കാം, എങ്ങനെ കുർബാന അർപ്പിക്കാം, എങ്ങനെ ധ്യാനിപ്പിക്കാം, എങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ കയ്യിലെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഓർത്തോർത്ത് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ ഫോൺ കോൾ. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അപ്പനായവർ ഇനി അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? അവൻ്റെ വണ്ടി മടുത്തു. കുറച്ച് നാൾ മുമ്പ് എന്നെ പണ്ട് കോളേജിൽ പഠിപ്പിച്ച ഒരു റിട്ടയേർഡ് പ്രൊഫസർ, നല്ല പ്രായമുള്ള ആൾ, അപ്പം അദ്ദേഹം ചോദിച്ചു, ജോസഫ് അച്ഛനോട് ഒരു സംശയം ചോദിച്ചാൽ പ്രയാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. അച്ഛനായി കഴിഞ്ഞ് എന്നേലും അച്ഛന് കാര്യമായിട്ട് പെണ്ണ് കെട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നമ്മൾ സത്യം പറയാമല്ലോ, 6 മാസം മുമ്പ് അടുപ്പിച്ച് ഒരു ദിവസം 3 പ്രാവശ്യം ഇന്ന് തന്നെ പെണ്ണ് കെട്ടണം ഞാൻ ഓർത്തിട്ടുണ്ട്. അതെന്താ? ധ്യാനിപ്പിച്ച് മടുത്ത് വന്ന് തുണി അലക്കി കൈയുടെ ഒരം കഴിച്ചു പൊട്ടിയപ്പം ഒരു പെമ്പർനോത്തി ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഉടനെ ആ സാറ് പറഞ്ഞു, പൊന്നു ജോസഫ് അച്ഛാ, ഇനി മേലിൽ അങ്ങനെ ഒരിക്കലും ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ അച്ചു, എൻ്റെ പെമ്പർനോത്തി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛാ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ സന്തോഷം, അപ്പുറത്തേക്ക് ഓർക്കാതിരിക്കുക. അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്, കൂട്ടുകാരുടെ കെട്ടിവനെ മോഹിക്കരുത്. ചിന്തകളെ അവസാനിപ്പിക്കാം. 10, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? 7 ലക്ഷത്തിൻ്റെ ഒരു കാറ് മേടിക്കാനുള്ള കാശ് എനിക്കുണ്ട്. അയൽവാസി 15 ലക്ഷത്തിൻ്റെ കാറ് മേടിച്ചു. അവനോടൊപ്പം നിൽക്കാൻ മത്സരിക്കാൻ 8 ലക്ഷം രൂപ കടം മേടിച്ച് കാറ് മേടിച്ചാൽ 10ാം പ്രമാണത്തിൽ ലംഘനം. എനിക്ക് 10 ലക്ഷത്തിൻ്റെ ഒരു പേര് തട്ടിക്കൂടാൻ പറ്റും. അയൽവാസിക്ക് 30 ലക്ഷത്തിൻ്റെ. അവനോടൊപ്പം നിൽക്കാൻ വേണ്ടി 20 ലക്ഷം കൂടെ കടം മേടിച്ച് വരവണതാൽ 10ാം പ്രമാണത്തിൽ ലംഘനം. കടം വീട്ടാനുള്ള സാധ്യതയുണ്ടോ? കടം മേടിച്ചുകൊള്ളുക. മക്കൾ വഴി ഉണ്ടാവുമോ? കടം മേടിച്ചുകൊള്ളുക. ഒന്നുമില്ലാതെ ആർത്തിയോടുകൂടി നമ്മളങ്ങനെ കാണിക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ജീവിതാന്തസ്, ആ ജീവിതാന്തസ്സിൽ ഒതുങ്ങി നമ്മൾ ജീവിക്കണം. അതാണ് ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുക. ഒതുക്കമുള്ള മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കല്ലേ. അച്ഛനായ എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു ധർമ്മക്കാരൻ പ്രതീക്ഷിക്കല്ലേ. ദൈവം എന്ന ജീവിത നിലവാരം, അതിൽ ഒതുങ്ങുക. അല്ലെങ്കിൽ അന്യൻ്റെ വസ്തു ആഗ്രഹിക്കുന്ന 10ാം പ്രമാണത്തിൽ ലംഘനം. ദൈവം തന്ന കുടുംബം അനുഗ്രഹീത കുടുംബമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വാഴ്വിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.